welcome to my channel. So we are at the last part of the lesson, chapter 7, equilibrium. That's the last topic. Text solubility, equilibrium of sparingly soluble salts. Solubility, product constant. പിന്നെ common ion effect on solubility of ionic salts. ഈ മൂന്ന് concept ആണ് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എന്താണ് solubility equilibrium? അത് പറയുന്നതിന്റെ മുന്നേ ഞാൻ പറയാം. If a salt is dissolved in a liquid, ഒരു solvent-ൽ ഒരു salt dissolve ചെയ്യുമ്പോൾ there are three possibilities. One എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ three possibilities ഉണ്ട്. അതിൽ ഒരു possibility എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ ആ salt നമ്മൾ dissolve ചെയ്യുന്ന salt it won't be an electrolyte. അതൊരു electrolyte ആയിരിക്കില്ല, but it dissolves in the solution as neutral molecule. അല്ലേ? ആ salt അതായത് നോൺ ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. നോൺ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഒരു salt അവർ ഡിസോൾവ് ചെയ്യും, ബട്ട് ആസ് ന്യൂട്രൽ മോളിക്യൂൾ. അത് ഡിസോസിയേറ്റ് ഒന്നും ചെയ്യാതെ ഇലക്ട്രോലൈറ്റ് ഒന്നും അല്ലാതെ ന്യൂട്രൽ മോളിക്യൂൾ ആയിട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും, മീൻസ് ആ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യും. സെക്കൻഡ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന സോൾട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇലക്ട്രോലൈറ്റ്, ഇറ്റ് കംപ്ലീറ്റ്ലി ഡിസോൾവ് ഇൻ ദ സൊല്യൂഷൻ. അത് നന്നായിട്ട് ഡിസോൾവ് ചെയ്യും. ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത് ദ സോൾട്ട് വെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദാറ്റ് സോൾവെന്റ് ടു എ പെർട്ടിക്കുലർ ലെവൽ, ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ. അതായത് നമുക്ക് അതിനൊരു സോളിബിൾ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ് ഇസ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് സ്പാരിംഗ്ലി സോളിബിൾ. ഈ സ്പാരിംഗ്ലി സോളിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഡിസോൾവ് ചെയ്യില്ല, പക്ഷെ ഡിസോൾവ് ചെയ്യും, ബട്ട് അത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്ത് നിൽക്കാത്ത സബ്സ്റ്റൻസിനെ നമ്മൾ സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ട്സ് എന്ന് പറയുന്നത്. ദ സബ്സ്റ്റൻസസ് വിച്ച് ഡിസോൾവ് കംപ്ലീറ്റ്ലി, അല്ലെങ്കിൽ അത് തീരെ ഡിസോൾവ് ചെയ്യാതില്ല, ബട്ട് ഇറ്റ് ഡിസോൾവ്സ് ഒരു സ്പാരിംഗിൽ ഒരു ലിമിറ്റഡ് എമൗണ്ടിൽ ഡിസോൾവ് ചെയ്യുന്നതിനെ നമ്മൾ സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ട്സ് എന്ന് പറയും. സോ വെൻ വി ആർ ഡിസോൾവിംഗ് എ സൊല്യൂട്ട് ഇൻ എ സോൾവെന്റ് there are three possibility. One is that the non-electrolyte which will dissolve in water as a neutral molecule, അത് ഡിസോസിയേറ്റ് ഒന്നും ചെയ്യത്തില്ല, ന്യൂട്രൽ മോളിക്യൂൾ ആയിട്ട് അത് ഡിസോൾവ് ചെയ്യും, ബട്ട് കംപ്ലീറ്റ്ലി ഡിസോൾവ്. Second case will be the salt will be an electrolyte which completely dissociate and dissolve in that solution. തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു മൂന്ന് കേസസ്. ഒന്ന് എന്താണ്, സൊല്യൂട്ട് കുറച്ച് ഡിസോൾവ് ചെയ്യും, ന്യൂട്രൽ മോളിക്യൂൾ പോലെയായിട്ട് ഡിസോൾവ് ചെയ്യും. രണ്ടാമത്തേത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യും. മൂന്നാമത്തെ സ്പാരിംഗ്ലി സോൾട്ട്. അപ്പം ഒരു സൊല്യൂട്ട് ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യണമെങ്കിൽ ദർ ആർ മെനി ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു സൊല്യൂട്ട് ഒരു സോൾവെന്റിൽ ഡിസോൾവ്. നമുക്ക് തന്നെ അറിയാം, ഇപ്പം നിങ്ങൾക്ക് ഒരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ സെയിം എമൗണ്ട് ഓഫ് ഷുഗർ തണുത്ത വെള്ളത്തിൽ ഡിസോൾവ്, അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളത്തിൽ നിന്ന് റെഫ്രിജറേറ്ററിൽ നിന്ന് എടുത്ത വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താലോ, അല്ലെങ്കിൽ ചൂടുവെള്ളം, അല്ലെങ്കിൽ നോർമൽ വാട്ടർ, ഇതിലേതിൽ ഏറ്റവും കൂടുതൽ ഡിസോൾവ് ചെയ്യുക? ചൂടുവെള്ളത്തിൽ. പിന്നെ നോർമൽ വാട്ടർ, ഈ തണുത്ത വെള്ളത്തിൽ, അതായത് റെഫ്രിജറേറ്ററിൽ നിന്ന് എടുത്ത വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാൻ സമയമെടുക്കും. അപ്പോൾ മനസ്സിലായ, ഒരേ സോൾവെന്റ് തന്നെ ഡിഫറെൻറ്റ് ലിക്വിഡിൽ, സെയിം ലിക്വിഡിൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് അവിടെ സോളബിലിറ്റി വ്യത്യാസം വന്നു. സോ സോളബിലിറ്റി ഓഫ് എ സൊല്യൂട്ട് ഇൻ എ സോൾവെന്റ് ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ്. നമുക്ക് പഠിക്കാനുള്ള മെയിൻ രണ്ട് ഫാക്ടേഴ്സാണ്. ഒന്ന്, ഇത് നിങ്ങൾക്കറിയാം, ലാറ്റിസ് എൻതാൽപ്പി. അടുത്തത് എന്താ പറയുന്നത് വെച്ചാൽ സോൾവേഷൻ എൻതാൽപ്പി. ഈ രണ്ട് ഫാക്ടേഴ്സിന് ഒരു സൊല്യൂട്ട് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുമ്പം ഈ രണ്ട് മെയിൻ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ വാട്ട് ഇസ് മീൻ ബൈ ലാറ്റിസ് എൻതാൽപ്പി നമ്മൾ പഠിച്ചതാണ്. ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് വെൻ ഓർ റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് 1 mole ഓഫ് എൻ അയണിക് സോളിഡ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അയോൺസ്. അതായത് അവരെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അയോൺസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സോളിഡ് ക്രിസ്റ്റലിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിനെ രണ്ട് ഗാഷ്യസ് അയോൺ ആക്കി മാറ്റുന്ന ആ എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ പറയുന്നത്. എന്താണ് ലാറ്റിസ് എൻതാൽപ്പി? that is the amount of energy released when 1 mole of a solid crystal just broken down or just separate one amount of energy required to separate 1 mole of a solid into its gaseous its constituent gaseous ion. അതിനാണ് നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോൾവേഷൻ എൻതാൽപ്പി, സോൾവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്ററാക്ഷൻ ഓഫ് എ സൊല്യൂട്ട് വിത്ത് ദ സോൾവെന്റ്. സൊല്യൂട്ടും ഈ ഇതാണ് ഇപ്പം പാർട്ടിക്കിൾസ് എന്ന്, ഇതും സോൾവെന്റും തമ്മിലുള്ള ഇൻട്രാക്ഷനെയാണ് നമ്മൾ സോൾവേഷൻ എന്ന് പറയുന്നത്. അവർ ആ ഒരു ഇൻട്രാക്ഷൻ. സോൾവേഷൻ എൻതാൽപ്പി എന്തായാലും എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് വെൻ സൊല്യൂട്ട് ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദാറ്റ് സോൾവെന്റ്. അതിനെയാണ് സോൾവേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൊല്യൂട്ട് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യണമെങ്കിൽ അവിടെ എപ്പോഴും സോൾവേഷൻ എനർജി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ലാറ്റിസ് എൻതാൽപ്പി. എന്തായിരിക്കണം? സോൾവേഷൻ എനർജി എന്തിനേക്കാളും കൂടുതലായിരിക്കണം?
ലാറ്റിസ് എൻതാൽപ്പി വേണം. ലാറ്റിസ് എൻതാൽപ്പി വേണം, സോൾവേഷൻ എൻതാൽപ്പി ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നിൽക്കേണ്ടത് ആരാണ്? സോൾവേഷൻ എൻതാൽപ്പിൻ്റെ, അതായത് ആ എനർജി ആയിരിക്കണം കൂടുതൽ. ദാറ്റ് ഇസ് ദ എനർജി റിലീസ്ഡ് വെൻ എ സൊല്യൂട്ട് ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ സോൾവെന്റ്. ആ എനർജി ആയിരിക്കണം ലാറ്റിസ് എൻതാൽപ്പിനെക്കാട്ടും കൂടേണ്ടത്. അപ്പോൾ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സബ്സ്റ്റൻസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് സോല്യുബിൾ സബ്സ്റ്റൻസ്, ദെൻ ഇൻസോല്യുബിൾ സബ്സ്റ്റൻസ് and sparingly soluble substance. Solubles, insoluble and sparingly soluble substance. അപ്പം ഈ soluble substance will be having a solubility എന്തായിരിക്കും? നല്ല കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0.1 മോളാർ. അതായത് അവരുടെ സോളിബിലിറ്റി, ഒരു സൊല്യൂട്ടിൻ്റെ സോളിബിലിറ്റി എന്ന് പറഞ്ഞാൽ മോളാറിലാണ്. മോളാർ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡിസോൾവ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 1 ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ എത്ര സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്യുന്നു, ആ ഒരു കണക്കിനെയാണ് നമ്മൾ മൊളാരിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സോളിബിൾ സബ്സ്റ്റൻസിൻ്റെ സോളിബിലിറ്റി എപ്പോഴും ഗ്രേറ്റർ ദാൻ 0.1 മോളാർ ആയിരിക്കും. ഇൻസോളിബിൾ സബ്സ്റ്റൻസിൻ്റെ സോളിബിലിറ്റി വിൽ ബി ലെസ് ദാൻ 0.01 മോളാർ. ഇവരുടേത് സോളിബിലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 0.1 മോളാറാണ്. ഇനി സ്പാരിംഗ്ലി സോളിബിൾ, അവരുടെ സോളിബിലിറ്റി വിൽ ബി ഇൻ ബിറ്റ്വീൻ 0.1 to 0.01 മോളാറിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ നോക്കൂ, സോളിബിലിറ്റി വളരെ കുറവാണ്, ലെസ് ദാൻ 0.01 മോളാറാണ്. ഇത് ഗ്രേറ്റർ ദാൻ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ മനസ്സിലാണ് എത്ര സബ്സ്റ്റൻസ് 1 ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുന്നത്, അതിൻ്റെ കണക്കിനെയാണ് നമ്മൾ മൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0.1 എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ നല്ലോണം സബ്സ്റ്റൻസ് ആഡ് ചെയ്യാൻ പറ്റും. ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറച്ച്, അതായത് കുറച്ചൊന്നും പറയാനുമില്ല. ദെൻ സ്പാരിംഗ്ലി സോളിബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി റേഞ്ചസ് ബിറ്റ്വീൻ ദി 0.1 to 0.01 ആണ്. ഇതാണ് നമ്മൾ സബ്സ്റ്റൻസിനെ ബേസ്ഡ് അപ്പോൺ ദിയർ സോളിബിലിറ്റി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളപ്പോൾ മനസ്സിലായാലും എന്താ പറഞ്ഞാൽ എന്താണ് സോളിബിലിറ്റി? എന്താണ് സോളിബിലിറ്റി പറഞ്ഞാൽ ദ സബ്സ്റ്റൻസ് ഗെറ്റ് ഡിസോൾവ് ഇൻ എ സോൾവെൻ്റ് ആണ്. അതിന് നമ്മൾ പറഞ്ഞു സബ്സ്റ്റൻസിന് പലതരത്തിൽ ഡിസോൾവ് ചെയ്യും. പിന്നെ അവരുടെ സോളിബിലിറ്റീനെ ബേസ് ചെയ്തിട്ട് അവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ളത് ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം ഓഫ് സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ട്. അതായത് സ്പാരിംഗ്ലി, അവിടെയല്ല ഇക്വിലിബ്രിയം മെയിനായിട്ട് നടക്കുക. സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അവർ ഡിസോസിയേറ്റ്, അതിപ്പോൾ അവർ എന്താവുന്നുണ്ട്, അവർ കുറച്ച് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം എന്താവും അൺഡിസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ സോ ദർ എക്സിസ്റ്റ് ആൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദി അൺഡിസോസിയേറ്റഡ് സോൾട്ട് ആൻഡ് ദ ഡിസോസിയേറ്റഡ് ഓർ ദ സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ടുമായിട്ട് അവിടെ ഇത് നടക്കുന്നുണ്ട്. വി ആർ ഗോയിങ് ടു കൺസിഡർ an example of sparingly soluble salt and how it exists an equilibrium with its dissociated ion and the undissociated salt. അതായത് നമ്മൾ മെയിൻലി സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ട്സ് നമ്മൾ എക്സാമ്പിളായിട്ട് യൂഷ്വലി എടുക്കുക സിൽവർ സൾഫേറ്റ്, ബേരിയം സൾഫേറ്റ് ഒക്കെയാണ്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യാണ് എങ്ങനെയാണ് ബേരിയം സൾഫേറ്റും അതിൻ്റെ അയോൺസ്, അതായത് വി ആർ പ്രിപ്പയറിംഗ് എ സ്പാരിംഗ്ലി സോളിബിൾ സൊല്യൂഷൻ ഓഫ് ബേരിയം സൾഫേറ്റ് ഇൻ എ സോൾവെന്റ്. ദർ എക്സിസ്റ്റ് ആൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദി അൺഡിസോസിയേറ്റഡ് അയോൺസ് അൺഡിസോസിയേറ്റഡ് സോൾട്ട് ആൻഡ് ദി ഡിസോസിയേറ്റഡ് അയോൺ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്. അതായത് ഒരു സോൾട്ട് എങ്ങനെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനെ പ്രിപ്പയർ ചെയ്യുക? നമ്മൾ കുറച്ച് ഷുഗർ എടുക്കുക, ഷുഗറിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണേ. കുറച്ച് ഷുഗർ എടുക്കുക, വെള്ളത്തിൽ ആഡ് ചെയ്യുക, അപ്പോൾ ഷുഗർ ഡിസോൾവ് ആവും. പിന്നെയും കുറച്ച് ആഡ് ചെയ്യണം, കുറച്ച് ആഡ് ചെയ്യുക, ഷുഗർ ഡിസോൾവ് ചെയ്യും, പിന്നെയും ആഡ് ചെയ്യുക, ഡിസോൾവ്. ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് വെൻ യു ആഡ് how much amount of sugar, the sugar does not dissolve in the water. ആ വെള്ളത്തിൽ പിന്നെ ഷുഗർ ആഡ് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ ബേരിയം സൾഫേറ്റും അതിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷനുമായിട്ടാണ് ഇപ്പോൾ കോണ്ടാക്ട് നടക്കുന്നത്. അതായത് ബേരിയം സൾഫേറ്റ് ഡിസോൾവ് അല്ല, അത് അൺഡിസോൾവ് ആയിട്ടുണ്ട്, പക്ഷേ ഇറ്റ് ഇസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിട്ട് ഇക്വിലിബ്രിയം നടക്കുമ്പം അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താ? ബേരിയം സൾഫേറ്റ് ഡിസോസിയേറ്റ് ടു പ്രൊഡ്യൂസ് BaSO4 ആൻഡ് SO4, Ba2+ ആൻഡ് SO4 2-. ഈ 2+ SO4 2- ഒക്കെ വന്നാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിക്കുന്നുണ്ട്. സൾഫേറ്റ് എന്ന് പറഞ്ഞ റാഡിക്കലിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 2- ആണ്. അപ്പം നമുക്കറിയാം ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്നത് മുകളിൽ ചാർജ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് ന്യൂട്രലാണ്. അപ്പം ഇത് -2 ആണെങ്കിൽ ഇതെന്തായിരിക്കണം? +2. കാരണം ഈ ബേരിയം SO4ൻ്റെ ചാർജാണ് ഇത് -2. അപ്പോൾ ഇത് +2 ആയിരിക്കും.
അപ്പോൾ ഇത് ഡിസോസിയേറ്റ് ചെയ്യുമ്പം ഇറ്റ് വിൽ ബി ഹാവിങ് Ba2 പ്ലസ് ആൻഡ് SO4 മൈനസ്. ഇനി ഇവർക്ക് ഒരു എക്വിലിബ്രിയം ഉണ്ടാവുമല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അൺഡിസോസിയേറ്റഡും ഡിസോസിയേറ്റഡുമായിട്ടൊരു ഇക്വിലിബ്രിയം. എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ദി പ്രോഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻ്റ്. പക്ഷേ ഇവിടെ ഒരു റിയാക്റ്റൻ്റ് ആയതുകൊണ്ട് BaSO4. ഈ BaSO4 എന്താണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. ഇനി നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻറ്റു ബേരിയം സൾഫേറ്റ്, ദ കോൺസെൻട്രേഷൻ ഓഫ് ബേരിയം സൾഫേറ്റ്. ഈ ചാർജ് ഒന്നും എഴുതാൻ മറന്നേക്കരുത് കേട്ടോ. Ba2 പ്ലസ് ഇൻറ്റു SO4 2 മൈനസ്. ഇനി നമ്മൾ നമ്മുടെ ഇക്വിലിബ്രിയം പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. That is, the concentration of a pure solid and a liquid is always considered to be a constant, or its value does not change. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ. ഇതൊരു കോൺസ്റ്റൻറ്റ്, ഇതൊരു കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ഈ രണ്ടെണ്ണത്തിനും കൂടെ പുതിയൊരു കോൺസ്റ്റൻ്റ് ആക്കാം. ഇറ്റ് ഇസ് നോൺ ആസ് KSP. വാട്ട് ഈസ് ദിസ് KSP? KSP എന്ന് പറയുന്നത് സോളിബിലിറ്റി പ്രൊഡക്റ്റ്, സോളിബിലിറ്റീൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ that is solubility product of a sparingly soluble salt എന്ന് പറയും. So what is meant by KSP? KSP is defined as the product of the molar concentration of the ion of a sparingly soluble salt which is in contact with its saturated solution. What is meant by solubility product? Solubility product is defined as the product of the molar concentration of the ions which are in contact with the salt which is sparingly soluble salt. ഇതാണ് KSP അല്ലെങ്കിൽ സോളിബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാ KSP എന്ന് പറയുന്നത് സോളിബിലിറ്റി പ്രൊഡക്റ്റ് ആണ്. സോളിബിലിറ്റി പ്രൊഡക്റ്റ് ഓഫ് എ സ്പാരിംഗ്ലി സോളിബിൾ salt is defined as the product of the molar concentration of the ions which are in contact with the sparingly soluble salt. ഇതാണ് KSP എന്ന് പറയുന്നത്. അപ്പോൾ it was found to be solubility product of a salt is equal to 1 point. അതായത് ഈ ബേരിയം സൾഫേറ്റിൻ്റെ 298 കെൽവിനിൽ സോളിബിലിറ്റി പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.1 ഇൻറ്റു 10⁻⁻10 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂമറിക്. ഇത് വാല്യൂ അല്ല ഇമ്പോർട്ടൻറ്റ്, ഞാൻ പറയണ എൻ്റെ സ്റ്റെപ്സ്. അതായത് സോളിബിലിറ്റി പ്രൊഡക്റ്റ് ഓഫ് ബേരിയം എന്ന് പറയുന്നത് ബേരിയം സൾഫേറ്റിൻ്റെ 1.1 ഇൻറ്റു 10⁻10 ആണ്. അപ്പോൾ നമുക്കിത് കിട്ടി 1.1 ഇൻറ്റു 10⁻1. അതെന്തിന് ഈക്വൽ ആണ്? സോളിബിലിറ്റി product of the molar concentration of the product ആണ് അല്ലേ. അപ്പോൾ if S moles of barium sulfate, S moles ആണ്, S moles of barium sulfate dissolves in a solution to prepare a sparingly soluble salt solution, then അതിൽ എത്ര ബേരിയം എത്ര SO4 ഉണ്ടാവും? S mole barium sulfate ഉണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ 10 mole barium sulfate ഉണ്ടെങ്കിൽ 10 mole Ba2 പ്ലസും 10 mole SO4 2 മൈനസും ഉണ്ടാവില്ല, കാരണം ഇവർ സെപ്പറേറ്റ് ആണല്ലോ. അപ്പോൾ S മോൾ ഉണ്ടെങ്കിൽ ഇതെന്താണ്? ദ വിൽ ബി S മോൾ ഓഫ് Ba2 പ്ലസ് ആൻഡ് S മോൾ ഓഫ് SO4 2 മൈനസ്. അപ്പോൾ എനിക്കിതിവിടെ എഴുതിക്കൂടെ ഇവരെ കോൺസെൻട്രേഷൻ S ഇൻറ്റു S എന്ന് എഴുതിക്കൂടെ? അതെത്രയാണ്? ഓർ 1.1 ഇൻറ്റു 10⁻⁻10 is equal to S സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ദാറ്റ് വിൽ ബി അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ പെർട്ടിക്കുലർ അയൺ ഇവിടുന്ന് കണ്ടുപിടിച്ചൂടെ? S is equal to root of 1.1 into 10⁻⁻10. It will be 1.1 into 10⁻⁻5. മനസ്സിലായോ? പ്രൊഡക്റ്റ് ഓഫ് ഒരാളെ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടിയിട്ട് വിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് നമുക്കിപ്പം സോളിബിലിറ്റി പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് ഒരു സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ടിൻ്റെ, അവരുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനാണ്. ഇതൊരു സിമ്പിൾ സോൾട്ടാണ് അല്ലേ. നോക്കൂ, ഈ സോൾട്ടിൻ്റെ ടൈപ്പ് ചെയ്ത AB ടൈപ്പ്, അതായത് എയും ബിയും, അതായത് ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. BaSO4 ഇത് A ആണ്, ഇത് B ആണ്. ഇതേപോലെ ഇത് ബേരിയം സൾഫേറ്റ്. ഇനി ചില മോളിക്യൂൾസ് ഉണ്ട് CaF2. ഇത് ഏത് ടൈപ്പാണ്? ദിസ് ഇസ് എ സോൾട്ട് ഓഫ് AB2 ടൈപ്പ് അല്ലേ, കാറ്റയോണും ആനയോണും 2. ഇനി നമുക്ക് Ag2F എന്ന് പറയുന്നതുണ്ടാവും. അതെന്ത് ടൈപ്പാണ്? A2B ടൈപ്പ്. അപ്പം ഇവരുടെ ഓരോരുത്തരുടെയും എങ്ങനെയാണ് സോളിബിലിറ്റി പ്രൊഡക്റ്റ് ഇതേപോലെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കാരണം നമുക്ക് അത് പഠിച്ചിട്ടൊരു ജനറൽ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് സോൾട്ട് വന്നാലും ഇറ്റ് വിൽ ബി മോർ ഈസി. അപ്പം നമ്മളിപ്പം ഒരു AB ടൈപ്പ് ഓഫ് മോളിക്യൂള് നമ്മൾ സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ട് ആക്കുമ്പം അതിൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന
സോളിബിലിറ്റി പ്രൊഡക്റ്റും എങ്ങനെയാണ് അവരെ കോൺസെൻട്രേഷൻ ഓഫ് എ സിംഗിൾ അയൺ കണ്ടുപിടിക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇതേപോലത്തെ പല ടൈപ്പ് ഓഫ് മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ സോൾട്ടിൻ്റെ ഡിസോസിയേഷൻ, അതായത് സോളിബിലിറ്റി പ്രൊഡക്റ്റ് ഒന്ന് കണ്ടുപിടിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ജനറൽ കേസ് ആയിട്ടുള്ള ഓരോ സോൾട്ടിൻ്റെയും സോളിബിലിറ്റി പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. AB ടൈപ്പ് സോൾട്ട്സ്. AB ടൈപ്പ് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നല്ലോ നേരത്തെ, ബേരിയം സൾഫേറ്റ് ഒക്കെ എന്താണ് AG ടൈപ്പിന് എക്സാമ്പിളാണ്. അപ്പോൾ AB ടൈപ്പ് സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ട് അതിൻ്റെ സൊല്യൂഷനിൽ എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യും? A++B-. നമുക്കറിയാം KSP എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് ആണ് അല്ലേ, ഓഫ് ദി സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ട് വിച്ച് ആർ ഇൻ കോൺടാക്ട് വിത്ത് ദി സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ട് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്താ A+ഉം B-ഉം. ഇപ്പം ഞാൻ കൺസിഡർ ഇഫ് ദർ ആർ S moles of AB, S moles dm raised to -3, S mole dm raised to -3 ആണ് നമ്മുടെ AB ഉണ്ടെങ്കിൽ അത്ര തന്നെ എന്തും ഉണ്ടാവും? A+ഉം B- ഉണ്ടാവും. A+ഉം ABയിൽ എത്ര മോൾസ് ഉണ്ടോ അത്ര തന്നെ ഇവരും ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? എന്താണ്? S mole raised to mole dm raised to -3, S mole dm raised to -3. അപ്പോൾ എനിക്ക് KSP എത്ര കിട്ടും? ദാറ്റ് ഇസ് വിൽ ബി S² അല്ലേ, ഇതിൻ്റെ രണ്ടെണ്ണത്തിനും ഓർ S mole raised to dm raised to -3 whole square, that is equal to S² mole square dm raised to -6. ഇതാണ് AB ടൈപ്പ് ഓഫ് മോളിക്യൂൾസിൻ്റെ സ്പാരിംഗ്ലി സോൾട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരുടെ സോളിബിലിറ്റി പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് AB2 ടൈപ്പാണ്. ഇതൊക്കെ നിങ്ങൾ ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത്? പഠിക്കണം. നമുക്ക് ചെറിയ ചെറിയ പ്രോബ്ലം വരുമ്പോഴൊക്കെ ഇത് വേണം. AB2 ടൈപ്പിനാണ് ഇപ്പം ഞാൻ പറഞ്ഞ CaF2 പോലത്തെ CaF2. ഇതിനെ ഞാൻ കാണിച്ചു തരാം ആദ്യം എങ്ങനെയാണ് CaF2. നമുക്കറിയാം ഫ്ലൂറിൻ്റെ അതായത് നമ്മുടെ ചാർജ് എത്രയാണ് വരുന്നത്? നമ്മുടെ വാലൻസി നമുക്കറിയാം, അതിൻ്റെ വാലൻസിയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ നമ്മൾ 9th-ലും 10th-ലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫ്ലൂറിൻ -1, ക്ലോറിൻ -1. ആ നമ്മുടെ ഹാലോജൻ ഫാമിലിയിൽ എല്ലാവരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആണ്. എന്താണ്? -1 ആണ്. അപ്പോൾ ഫ്ലൂറിൻ -1 ആണ്. അപ്പോൾ -1 × 2. അപ്പോൾ നമുക്ക് എക്സിൻ്റെ അറിയില്ല, കാൽഷ്യം അറിയില്ല. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതുക? 2 × -1 = 0. കാരണം ഇവരെല്ലാവരും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള ചാർജും ഇതിൻ്റെ മുകളിലുള്ള ചാർജും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടണം. അപ്പം x+2 എന്ന് എഴുതി കഴിഞ്ഞാൽ x+2 = 0 ഓർ x = -2. ഇതൊക്കെ മൈൻഡ് കാൽക്കുലേഷൻ മതി. അപ്പോൾ ഈ കാൽഷ്യത്തിൻ്റെ എന്താ വാല്യൂ വരിക? +2. ഇത് -1, ഇത് +2. ഇത് എന്തിനാണ് പറയുന്നത് വെച്ചാൽ നമുക്ക് ഡിസോസിയേഷൻ ചില മോളിക്യൂൾസിൻ്റെ കേസസ് വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം CaF2 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് -1, ഇത് +2. ഇതെങ്ങനെയാണ് അപ്പോൾ ഡിസോസിയേറ്റ് ചെയ്യുക? Ca2++2F- ഇങ്ങനെയല്ലേ ഡിസോസിയേറ്റ് ചെയ്യുക? Ca2+ഉം അല്ലാതെ F2- എന്ന് കാണിക്കില്ലല്ലോ. 2 ഫ്ലൂറിൻ അയോണുമായിട്ടാണ് ഡിസോട്ട് ചെയ്യുക. അപ്പോൾ ഇവരുടെ KSP ആണ് നമുക്ക് കാണേണ്ടത്. ഇഫ് ദർ ആർ S mole dm raised to -3, S mole raised to dm raised to -3 of CaF2 ഉണ്ടെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവും? ഇവിടെ എത്ര ഉണ്ടാവും? ഇവിടെയും സെയിം ആയിട്ടുള്ള S mole S. ഇവിടെ എത്ര ഉണ്ടാവും? ഇവിടെ S mole dm raised to -3 ഉണ്ടാവും. പക്ഷെ ഇവിടെ എത്ര ഉണ്ടാവും? ഇത് S ആണ്, ഇത് S ആണ്. ഇവിടെ എത്ര ഉണ്ടാവും? 2S mole dm raised to -3 ഉണ്ടാവും അല്ലേ. അപ്പോൾ എനിക്കിതിങ്ങനെ എഴുതിക്കൂടെ? പ്രൊഡക്റ്റ് ഓഫ് Ca2+ × F -2. ഇതല്ലേ എഴുതുക? ബിക്കോസ് ഓഫ് ദി സ്റ്റോഷിയോമെട്രീൻ്റെ എന്താണ് നമ്മൾ അവർ റേസ് ടു ദി പവർ ആക്കിയിട്ടാണ് എഴുതുക. അപ്പം ഞാനിവിടെ എന്തെഴുതും? S mole dm raised to -3, S mole dm raised to -3 whole square. അപ്പോൾ അതെന്താവും? S × S², S³ മോൾ സ്ക്വയർ 3 × 6. ഞാൻ ഇത് എഴുതുന്നില്ല കേട്ടോ, പിന്നെയും മോൾ റേഷ്യോ നിങ്ങളങ്ങ് മറ്റേ. ഇതിൻ്റെ എന്താ വരുന്നത്? KSP = S³ ഏതുപോലത്തെ AB2 ടൈപ്പ് മോളിക്യൂൾസിൻ്റെ സോളിബിലിറ്റി പ്രൊഡക്റ്റ് എന്താണ് വരുന്നത്? S³. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു എസിൻ്റെ മാത്രം, ഒരു പ്രൊഡക്റ്റിൻ്റെ മാത്രം കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ √ KSP ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്തിനാ? ഇതൊക്കെ ന്യൂമറിക്കൽ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട്.
ഇനി അടുത്തത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ CaF2 പോലത്തെ മോളിക്യൂൾസ് ഓക്കെ. ഇനി അടുത്തത് ഇതേപോലെ തന്നെ സിമ്പിൾ തന്നെയാണ്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ അടുത്ത കൺസിഡർ ചെയ്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് Ag2CrO4. Ag2CrO4 ഇതൊരൊറ്റ റാഡിക്കളാണ്, അല്ലാതെ Ag2CrO4 അതൊന്നുമില്ല. Ag2CrO4 ഇത് ഏതിന് എക്സാമ്പിളാണ്? A2B ടൈപ്പിനാണ്. അപ്പം ഇതിൽ CrO4ൻ്റെ ചാർജ് എന്ന് പറയുന്നത് -1 ആണ്, ഇത് -2 ആണ്, ഇത് +1 ആണ്. ഇത് -2 CrO4 ദാറ്റ് ഈസ് ക്രോമിയം ഓക്സൈഡിൻ്റെ നമുക്ക് ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ഒന്ന് പഠിക്കേണ്ട. ഇത് -2 ആണ്. ഇത് -2 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? നമുക്ക് Agൻ്റെ അറിയില്ല. അപ്പോൾ 2x plus -2 is equal to 0 or 2x is equal to 2 or x is equal to 1. അപ്പോൾ എന്തായി? Agക്ക് എന്താണ്? 1 ആണ് വന്നിരിക്കുന്നത് ചാർജ്. നിങ്ങൾ അറിയണമെന്നൊന്നുമില്ല. ഇനി ഇത് അപ്പോൾ ഇതേപോലത്തെ ഒരു മോളിക്യൂൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. A2B ആകുമ്പോൾ അവിടെ ഡിസോസിയേറ്റ് ചെയ്ത് എന്തുണ്ടാവും? 2A B മൈനസ്, അങ്ങനെയല്ലേ ഉണ്ടാവുക? 2A B മൈനസ് ആണല്ലോ. അതിവിടെ ചാർജ് ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. ഇനി ഇതിൻ്റെ KSP എങ്ങനെയാണ് എഴുതുക? പ്രൊഡക്റ്റ് ആണ് അല്ലേ? പ്രൊഡക്റ്റ് ഓഫ് അപ്പം A+² ഇൻറ്റു B മൈനസ് ആണല്ലോ. ഇനി ഇവിടെ എന്താ ഞാൻ പറയാം? ഇഫ് ദർ ആർ S മോൾ DM⁻³ ഓഫ് A2B ദെൻ ഇതിലും S മോൾസ് ഉണ്ടാവും. അപ്പം എന്തുണ്ടാവും? S². So KSP is equal to S³ ആർക്കും? അതായത് A2B ടൈപ്പ് ഓഫ് മോളിക്യൂൾസിന്. ഇനി അടുത്ത നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ജനറൽ റിയാക്ഷൻ. ഇപ്പം ഞാൻ A2B AB അങ്ങനത്തെയൊക്കെ പല. ഇനി ജനറലി ഒരു റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ അവരെ KSPൻ്റെ ഫോർമുല എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഞാനൊരു ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുക AXBY ആണെങ്കിൽ ദെൻ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ് XA plus YB മൈനസ്. ഇനി ഇവരെ സ്റ്റോഷിയോമെട്രിക് എത്രയായിരിക്കും? Y പ്ലസും X മൈനസും ആയിരിക്കുമോ? ഇപ്പം നിങ്ങളൊന്ന് CaF2 തന്നെ കൺസിഡർ ചെയ്ത് നോക്കൂ. CaF2 ആദ്യം ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുക. Ca2 പ്ലസ് 2F മൈനസ്, അതായത് ഈ താഴെ കിടക്കുന്നത് അവരെ സ്റ്റോഷിയോമെട്രിക്. അത് തന്നെയല്ലേ ഞാൻ ചെയ്തത്? Xഉം Yയും. ഇനി ഈ തലേൻ്റെ മുകളിലുള്ള ചാർജ് അല്ലേ? ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് +2, ഇതിൻ്റെത് -1. ഇത് കണ്ട, ഇത് ഇങ്ങോട്ടേക്കും ഇതിൻ്റെ താഴെ 1 ആയിരിക്കും, ഇത് ഇങ്ങോട്ടേക്കും അല്ലേ ഇട്ട. അതന്നെയല്ലേ ഇവിടെ ഞാൻ ചെയ്തത്. ഈ Y എന്നുള്ളത് ഇവിടെ പ്ലസ് ആക്കിയിട്ട് ഇവിടെ X ആക്കിയിട്ട് ഇട്ടു. കുഴപ്പമില്ലല്ലോ, ശരി തന്നെയല്ലേ? നമ്മളൊക്കെ 8th പഠിക്കുന്നുണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുന്ന മെത്തേഡൊക്കെ. സോ KSP എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? AY +(x) BX -(y) എന്ന് എഴുതിക്കൂടെ? തെറ്റൊന്നുമില്ലല്ലോ. അപ്പം നമുക്ക് സോളിബിലിറ്റി പ്രൊഡക്റ്റ് ഓഫ് എനി സോൾട്ട് ക്യാൻ ബി ഡിറ്റർമിൻ ബൈ യൂസിങ് ദ സിമ്പിൾ ഫോർമുല. ഈ ഒരു സിമ്പിൾ ഫോർമുല ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സോൾട്ടിൻ്റെയും സോളിബിലിറ്റി പ്രൊഡക്റ്റ് കാണാൻ പറ്റും. ഇനി ഇതിന് സോളിബിലിറ്റി പ്രൊഡക്റ്റ് നമ്മൾ എപ്പോഴാണ് വിളിക്കുന്നത്? ഓൺലി വെൻ ദ സൊല്യൂഷൻ ഓർ ദ സോൾട്ട് ഇസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇത് ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ ദെൻ ദാറ്റ് പ്രൊഡക്റ്റ് ഇസ് നോൺ ആസ് QSP. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട് റിയാക്ഷൻ കോഷ്യൻ്റ് അല്ലേ? സോളിബിലിറ്റി പ്രൊഡക്റ്റ് ഓഫ് അല്ലെങ്കിൽ റിയാക്ഷൻ കോഷ്യൻ്റ് ഓഫ് എ സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ട് QSP എന്നാണ് പറയാം. എപ്പോഴാണ് QSPയും KSPയും ഈക്വൽ ആവുക? when the solution is in equilibrium or when the salt is in equilibrium, then QSP will be equal to KSP. QSP is equal to KSP. നമ്മൾ ഇനി QSPയും KSPയും തമ്മിലുള്ള റിലേഷൻ പഠിക്കാൻ വേണ്ടി ഒരു സൊല്യൂഷൻ കൺസിഡർ ചെയ്യുക. അപ്പം ബേരിയം സൾഫേറ്റ് തന്നെ എടുക്കാം. ബേരിയം സൾഫേറ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? Ba2 പ്ലസ് SO4 2 മൈനസ് അല്ലേ? അപ്പം ഈ സിസ്റ്റം എന്താണ്? സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ട് വിച്ച് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതിൻ്റെ സൊല്യൂഷനുമായിട്ട് അത് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന KSP ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ വി ആർ ഗെറ്റിംഗ് ദാറ്റ് ഈസ് സോളിബിലിറ്റി പ്രൊഡക്റ്റ് ആണ്. ഞാൻ എന്ത് ചെയ്തു? ഏതെങ്കിലും ഒരാളെ കോൺസെൻട്രേഷൻ ഒന്ന് കുറയ്ക്കാം. ഐ എം ജസ്റ്റ് ഡിക്രീസിങ് ദി കോൺസെൻട്രേഷൻ. ഇത് ഇക്വിലിബ്രിയത്തിലാണ്, ആരും ഒന്നും ചെയ്യുന്നില്ല, സിസ്റ്റം നല്ല റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക? പോയിട്ട് ഈ SO4ൻ്റെ കോൺസെൻട്രേഷൻ അങ്ങ് കുറയ്ക്കാം. കുറയ്ക്കുമ്പോൾ അവിടെ ഇക്വിലിബ്രിയം മാറിയോ?
അപ്പോൾ ഇപ്പോൾ അവിടെ ഇക്വിലിബ്രിയം എന്ന് നമുക്ക് സോളിബിലിറ്റി പ്രോഡക്റ്റ് ഇൻ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് വിളിക്കാൻ പറ്റില്ല. നമുക്ക് എന്തേ വിളിക്കാൻ പറ്റുള്ളൂ? ഇറ്റ്സ് കോൾഡ് എസ് റിയാക്ഷൻ കോഷ്യന്റ് ഓഫ് സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ട് അല്ലേ? കാരണം ഞാനിവിടെ ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റത്തിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ചു. അതായത് ആരുടെ കോൺസെൻട്രേഷൻ? പ്രോഡക്റ്റിൻ്റെ. അപ്പോൾ ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റം ആണെങ്കിൽ അത് എന്ത് ചെയ്യും? It will tries to nullify that effect by producing more and more sulfate. ഞാൻ ഈ സൾഫേറ്റിനെയാണ് കുറച്ചതെങ്കിൽ വീണ്ടും വീണ്ടും സൾഫേറ്റിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്തിന്? ഇക്വിലിബ്രിയത്തിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ QSPയിലുള്ള ഒരാളെ അതെന്ത് ചെയ്യും? ഇറ്റ് വിൽ tries to or it will shift the reaction in the forward direction in order to achieve KSP. അപ്പോൾ അതെന്ത് ചെയ്യും? സിസ്റ്റം അതിന് ട്രൈ ചെയ്യും. ഇനി അതേപോലെ തന്നെ ഈ സിസ്റ്റം ഇപ്പോൾ QSPയിലാണ്, അതായത് ഇക്വിലിബ്രിയം ഞാൻ മാറ്റുകയാണ്. എങ്ങനെ? ജസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് മോർ ആൻഡ് മോർ ബേരിയം സൾഫേറ്റ്. ഞാൻ വീണ്ടും വീണ്ടും ബേരിയം സൾഫേറ്റിന് ഇടും. അപ്പോൾ സിസ്റ്റം അതെന്ത് ചെയ്യും? ട്രൈ ടു നള്ളിഫൈ ഇറ്റ് എഫക്ട് ബൈ പ്രൊഡ്യൂസിങ് മോർ ആൻഡ് മോർ Ba2+ ആൻഡ് SO4 2- ഈ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ ശ്രമിക്കും. അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് വിൽ ബി ട്രൈയിങ് ടു റീച്ച് ഇറ്റ്സ് ഇക്വിലിബ്രിയം സോളിബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ്. അത് അവിടേക്ക് എത്താൻ വേണ്ടി അത് ശ്രമിക്കും. അപ്പം ഇതാണ് ഈ QSPയും KSPയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയാൻ വേണ്ടി. നിങ്ങളുടെ ടെക്സ്റ്റിലും പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് സോളിബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് എന്താണ്, അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ. അതൊക്കെ നോക്കട്ടെ ഇന്ന് തന്നെ പറ്റുമെന്നുള്ളത്. ഇനി കോമൺ അയോൺ എഫക്റ്റ് ഓൺ സോളിബിലിറ്റി പ്രൊഡക്റ്റ്, അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അതായത് ഇനി നമ്മൾ കോമൺ അയോൺ എഫക്റ്റ് ഓർമ്മയുണ്ടല്ലോ. ഇനി അതും നമ്മുടെ സോളിബിലിറ്റിയും പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷനാണ്. അടുത്ത റിലേഷൻ എന്ന് വലിയ സിമ്പിൾ കോൺസെപ്റ്റാണ്. നമ്മൾ ഇതിൻ്റെ മുന്നേ ആ എക്സാമ്പിൾ പറഞ്ഞിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇപ്പം ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ കോൺസെപ്റ്റിൻ്റെ, അതായത് നമ്മളൊരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവുമ്പം അതിൽ ഏതെങ്കിലും ഒരാളുടെ കോൺസെൻട്രേഷൻ മാറ്റുവാണെങ്കിൽ ദി സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ്സ് എഫക്ട് ബൈ പ്രൊഡ്യൂസിങ് എങ്ങനെയാണ്? ഒന്നുകിൽ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ റിയാക്ഷൻ കോഷ്യനെ മാറ്റിയിട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിലേക്ക് എത്താൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു റിലേഷൻ ബിറ്റ്വീൻ കോമൺ അയൺ എഫക്റ്റും സോളിബിലിറ്റി പ്രൊഡക്റ്റും പറയാൻ വേണ്ടി സിമ്പിൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് മുന്നത്തെ എക്സാമ്പിൾ. വി ആർ കൺസിഡറിങ് എ സാച്ചുറേറ്റഡ് NaCl സൊല്യൂഷൻ. എന്തിനാണ് കൺസിഡർ ചെയ്യുന്നത്? സാച്ചുറേറ്റഡ് NaCl സൊല്യൂഷൻ. അപ്പം NaCl സൊല്യൂഷൻ സാച്ചുറേറ്റ് ആയപ്പം അതിൽ Na++ഉം Cl- അയോൺസ് ഉണ്ട്. അപ്പോൾ ഇത് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ഇങ്ങോട്ടേക്ക് ഇത് ഒരാൾ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുക. ഐ എം ജസ്റ്റ് പാസിങ് HCl ഗ്യാസ് ത്രൂ ദ സൊല്യൂഷൻ. ഞാൻ എന്ത് ചെയ്യുന്നത്? HCl എന്താണ് സൊല്യൂഷൻ ഇതിൽ പാസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എന്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടി? Cl-. അപ്പോൾ ഇതിപ്പോൾ KSPയിൽ നിൽക്കുന്ന ആൾ എന്ത് പറ്റിപ്പോയി? സ്പാരിംഗ്ലി സോളിബിൾ. കാരണം നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷനാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായി? ഇവിടെ KSP ഇപ്പം മാറും. ഞാൻ HCl പാസ് ചെയ്തപ്പോൾ അവിടെ എന്ത് മാറി? അതെന്തായി? QSP ആയി. ബിക്കോസ് ദ കോൺസെൻട്രേഷൻ ഓഫ് HCl വരുമ്പം H++ഉം Cl- ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്ത് കൂടി? Cl- കോൺസെൻട്രേഷൻ കൂടി. സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ്സ് എഫക്ട് ബൈ പ്രൊഡ്യൂസിങ്. ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യണം? ഇത് ഞാൻ കൂട്ടിക്കഴിഞ്ഞപ്പം ഇറ്റ് വിൽ ട്രൈസ് ടു റെഡ്യൂസ് ഈ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ നോക്കും. ഈ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് കുറയ്ക്കുക? Na+ Cl- ആയിട്ട് ഉണ്ടായി വീണ്ടും വീണ്ടും NaCl പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ NaCl എന്താവും? ഇറ്റ് വിൽ സെപ്പറേറ്റ്സ് ഔട്ട് ഫ്രം ദി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ആ സാച്ചുറേറ്റഡ് സൊല്യൂഷന് NaCl സെപ്പറേറ്റഡ് ആയിക്കൊണ്ടിരിക്കും, പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു മെത്തേഡാണ് നമ്മൾ പ്യുവർ NaCl പ്രൊഡ്യൂസ് ചെയ്യാൻ അതൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ NaCl-ഉം അതിൻ്റെ കൂടെ കുറച്ച് ഇമ്പ്യൂരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനത്തെ കേസിൽ നമ്മൾ NaCl-നെ സെപ്പറേറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇത്. അപ്പോൾ ഇതന്നെ അവിടെ പറയാനുള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. പിന്നെ എന്താണ്? പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടോ? അതായത് അതുകൂടെ ഒന്ന് ഇനി ഒരു പോയിന്റ് മിസ്സായി പോയി നിങ്ങൾക്ക് തോന്നുന്നത് അയ്യോ എന്താ മിസ് എടുക്കുന്നത്. അതായത് ഡിക്രീസിങ് ദ pH ഇൻക്രീസസ് ദ സോളിബിലിറ്റി ഓഫ് എ സ്പാരിംഗ്ലി സോളിബിൾ ബേസ് സോൾട്ട്സ്. അതായത് pH ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഡിക്രീസിങ് ദ pH ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ acidic ആക്കുക. pH ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബേസിക് ആക്കല്ല. നമുക്കറിയാലോ ഡിക്രീസ്ഡ് pH ആണ് 0, 1, 2, 3, 4 ഒക്കെയാണ് acidic. അപ്പോൾ ഡിക്രീസിങ് ദ pH increase the solubility of sparingly soluble bases and basic salt. അതായത് ബേസസും ബേസിക് സോൾട്ടുമായ സബ്സ്റ്റൻസിൻ്റെ സോളിബിലിറ്റി കൂടും. എപ്പം? നമ്മൾ pHൻ്റെ വാല്യൂ കുറയ്ക്കുമ്പോൾ. പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് സിങ്ക് ഹൈഡ്രോക്സൈഡ് ZnOH2. ഈ സിങ്ക് ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് Zn2++ 2OH- ആയിട്ടാണ് സൊല്യൂഷനിൽ ഉണ്ടാവുക. Zn2+, നമ്മൾ NaOH എന്നൊക്കെ പറഞ്ഞാൽ വരും. Zn2++ 2OH- ആയിട്ട്. ഇതെന്ത് സൊല്യൂഷനാണ്? ബേസിക് സൊല്യൂഷനാണ്. ഇതൊരു ബേസിക് സോൾട്ടാണ്. അപ്പം ഇവരുടെ സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്യും.
എപ്പോഴാണ് നമ്മൾ ഇവരുടെ പി എച്ച് കുറയ്ക്കുക. പി എച്ച് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അസിഡിക് ആക്കണം. അസിഡിക് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഐ എം ആഡിങ് H3O plus ion to this solution. നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ആഡിങ് H3O plus. H3O plus എന്താ? ഈ H2O OH മൈനസും ആയിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റി? ഈ OHൻ്റെ കോൺസെൻട്രേഷൻ കുറയും. H3O plus H plus ആണ്. H3O plus ആണ്. H plus ഈ OH മൈനസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ആരെ കോൺസെൻട്രേഷൻ കുറഞ്ഞു? OH മൈനസിൻ്റെ. OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ എന്ത് ചെയ്യും? The zinc hydroxide will produce more and more zinc. Zn2 plus and OH minus. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഇവരിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവരെ സോളിബിലിറ്റി കൂടി. മനസ്സിലാവുന്നുണ്ടോ? ഒരു ബേസിക് സോൾട്ടാണ് അതിൻ്റെ പി എച്ച് കുറയ്ക്കുമ്പം, അതായത് നമ്മൾ അസിഡിക് ആക്കുമ്പം അവരുടെ സോളിബിലിറ്റി കൂടി. ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി ഇതേപോലെ തന്നെ ഞാൻ പി എച്ച് ഇതിൻ്റെ വീണ്ടും കൂട്ടുകയാണെന്ന് വിചാരിക്കാം. ഐ എം ഇൻക്രീസിങ് ദി കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. ഞാൻ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുമ്പം ഇതിൻ്റെ സോളിബിലിറ്റിക്ക് എന്ത് പറ്റും? OH മൈനസിൻ്റെ കൂട്ടുമ്പോൾ എന്താ? ഇറ്റ് വിൽ കമ്പൈൻ വിത്ത് Zn2 പ്ലസ് ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സിങ്ക് ഹൈഡ്രോക്സൈഡ്. അപ്പം അതിൻ്റെ സോളിബിലിറ്റി എന്താവും? കുറയും. അപ്പം ബേസിക് സൊല്യൂഷൻ്റെ അസിഡിറ്റി കൂട്ടുമ്പം, അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുമ്പം സോളിബിലിറ്റി കൂടും. സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അതായത് ബേസിക് സോൾട്ടിൻ്റെ ബേസിക് സൊല്യൂഷൻ്റെ അസിഡിറ്റി, അതായത് ബേസിസിറ്റി കൂട്ടുമ്പം എന്ത് പറ്റും? അല്ലെങ്കിൽ ബേസിസിറ്റി കൂട്ടുമ്പം അല്ലെ അസിഡിറ്റി കൂട്ടുമ്പോൾ പി എച്ച് വാല്യൂ കൂട്ടുക. അതായത് ബേസിക് ആക്കുമ്പം സോളിബിലിറ്റി ഡിക്രീസ് ആവും. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. ദാറ്റ് ഈസ് ഓൺ ഇൻക്രീസിങ് ദ പി എച്ച് ഓഫ് എ ബേസിക് സൊല്യൂഷൻ. ഡിക്രീസിങ് ദ പി എച്ച് ഓഫ് എ ബേസിക് സൊല്യൂഷൻ, ദ സോളിബിലിറ്റി ഇൻക്രീസസ്. അപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലാണ് പി എച്ച് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ആസിഡ് ആക്കുകയാണ്. ആസിഡ് ആക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിലേക്ക് H പ്ലസിന് ആഡ് ചെയ്യുക അല്ലേ? H പ്ലസിനെ ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കമ്പൈൻസ് വിത്ത് OH മൈനസ് ആൻഡ് പ്രൊഡ്യൂസ് വാട്ടർ. സോ വാട്ട് ദിസ് സിങ്ക് ഹൈഡ്രോക്സൈഡ് വിൽ ഡു? ഇറ്റ് വിൽ പ്രൊഡ്യൂസ് മോർ ആൻഡ് മോർ OH മൈനസ്. ദാറ്റ് മീൻസ് it to undergo dissociation. Dissociation means എന്താണ്? It increases the solubility. ഇനി ഇതേ തന്നെ തലകുത്തനെ പറയാണ്, I am going to increase the pH. Increase the pH. അപ്പം നിങ്ങളുടെ മനസ്സിലാണ് അത് ബേസിക് ആക്കുകയാണ്. ഒരു ബേസിക് സൊല്യൂഷനെ വീണ്ടും ഞാൻ ബേസിക് ആയാലും OH മൈനസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? Concentration of OH minus increase ചെയ്യും. Concentration of OH minus increase ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? System will tries to nullify the effect by producing more and more zinc hydroxide. അപ്പം എന്താവും? അതിൻ്റെ solubility കുറയും. അപ്പം ഇതന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു വലിയ ലെസനായി ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ലെസൺ. വലിയ ലെസൺ ഒന്നും പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പേജിൻ്റെ നമ്പറൊക്കെ കാണുമ്പോൾ ഞാനൊക്കെ പണ്ട് പഠിക്കുമ്പോൾ ഇങ്ങനെ അയ്യോ ഇത്രയും ഉണ്ടോ എന്നൊക്കെ ആലോചിക്കും. പക്ഷേ അന്നത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഞങ്ങൾക്ക് ഇനിയിപ്പം അന്ന് നമ്മളങ്ങനെയാണല്ലോ, ഇല്ലാത്തതിനെയാണല്ലോ പറയുക. അപ്പം അന്ന് യൂട്യൂബ് ചാനൽസ് ഇല്ലല്ലോ. ഇപ്പം നിങ്ങൾക്ക് എപ്പം നോക്കിയാലും കോമൺ ആൻഡ് എഫക്റ്റ് ഡൗട്ട് ഉണ്ട്, ഗൂഗിൾ ചെയ്താൽ അപ്പം കിട്ടി കോമൺ ആൻഡ് എഫക്റ്റ്. നമ്മൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കുറേ ഗൈഡൊക്കെ ഉണ്ട് കേട്ടോ, കുറ്റം പറയാൻ പറ്റില്ല. ഗൈഡുകളുണ്ട്, ലേബർ ഇന്ത്യാസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ ലൈവായിട്ട് ഇങ്ങനെ ഒരാൾ വന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്, ഇപ്പം ചെറിയ രീതിയിലൊക്കെ 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ടൊക്കെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന നല്ല ചാനൽസൊക്കെ ഉണ്ട്. പലതും ഞാൻ തന്നെ കാണാറുണ്ട് കേട്ടോ. ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ നല്ല ചാനൽസ് ഉണ്ട്. അവർ പെട്ടെന്ന് ചില കോൺസെപ്റ്റ്സൊക്കെ നല്ല രസമായിട്ട് അവരെന്നെ പറഞ്ഞു തരുന്നത് കേൾക്കാറുണ്ട്. അപ്പം അതൊക്കെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള ടോപ്പിക്ക് അങ്ങനെ അടിച്ചു നോക്കാം, കാണുക, മനസ്സിലാക്കി എക്സാമിന് പോയി എഴുതുക. അല്ലാതെ ബൈഹാർട്ട് പഠിച്ച് എഴുതണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഒരു എക്സാമിനും എല്ലാവരും നന്നായി പഠിക്കാം. മനസ്സിലാത്ത കാര്യം കമൻസിലിട്ടോളൂ. ആരും പേടിക്കൊന്നും വേണ്ട. പോർഷൻസൊക്കെ നമ്മൾ മാക്സിമം തീർക്കാൻ ശ്രമിക്കും. പിന്നെ എല്ലാവരും കൺഫ്യൂഷൻ, റിഡോക്സ് വേണം, ഒരു സെക്ഷൻ പറയും റിഡോക്സ് വേണം, അപ്പോൾ ഒരാൾ പറയും നല്ല ഹൈഡ്രജൻ വേണം, അപ്പോൾ ഒരാൾ പറയും ഞാൻ ഓർഗാനിക് എടുത്തിട്ട് അതൊന്ന് തീർത്ത് തരുമോ. അപ്പം ഞാൻ എൻ്റെ കൺഫ്യൂഷനിൽ ഇപ്പോൾ ഏത് എടുക്കണം എന്നുള്ള. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഹൈഡ്രജൻ അങ്ങ് എടുക്കാം. അതൊക്കെ സിമ്പിളായിട്ട് വേഗം തീരുന്നൊരു ലെസനാണ്. ഹൈഡ്രജൻ എടുക്കാം, എന്നിട്ട് അതങ്ങ് തീർക്കാം. കാരണം കുറേ റിക്വസ്റ്റ് വരുന്നത് ഹൈഡ്രജൻ ആണ്. റിഡോക്സും ചോദിക്കുന്നുണ്ട്. ഓർഗാനിക് ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട ഫോക്കസ് ഏരിയ ബേസ്ഡ് ആണെന്ന് അല്ല. അതിൽ ചില ടോപ്പിക്സ് ലാസ്റ്റ് ഇയറിലെ ഫോക്കസ് ഏരിയ വന്നപ്പോൾ ഞാനതൊന്ന് ആ തംബ്നെയിലിൽ റെപ്രസെൻറ്റ് ചെയ്തതേ ഉള്ളൂ. അല്ല അതൊരു ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ് ഒന്നുമില്ല. ടോപ്പിക്ക് പിന്നെ ഞാൻ അവിടെ നിർത്താൻ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ തവണത്തെ +1 തോന്നുന്നു എടുക്കുന്നത്. അപ്പോഴത്തേക്ക് എക്സാം ആവാനേ. അപ്പോൾ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഇനി അത് കണ്ടിന്യൂ ചെയ്യും. നമ്മൾ ടോപ്പിക് വൈസ് തന്നെ എടുക്കും കേട്ടോ. അപ്പം എല്ലാവരും പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.